മക്കളെ, ഇന്ന് നമുക്ക് സിന്ദഗി കാ സഫർ ഇതിൽ ഹായിക്കു കവിത നമ്മൾ പഠിച്ചതാണ്. ഈ ഹായിക്കു കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാഹബ് കെ ആംഗൺ സദാ ഫുഹാർ യഹാം കിസ് ഹാലത്ത് കി ഓർ ഇഷാര കിയാ ഗയാ ഹെ. സാഹബ് കെ ആംഗൺ സദാ ഫുഹാർ എന്നതിൽ നിന്നും ഏത് അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. സാമാജിക് അസമാനത കി ഓർ സങ്കേത് കർത്താ ഹെ. ഇത് സമൂഹത്തിലെ അസമത്വത്തിന് നേരെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്, ആ ഒരു സൂചനയാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. लाटियां बुढ़ापे की दिखती नहीं, इन पंक्तियों से क्या आशय मिलता है? ബുട്ടാപ്പെ കി ലാട്ടിയാം, അതായത് വൃദ്ധാവസ്ഥയിലെ വൃദ്ധൻ ആശ്രയം അന്വേഷിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ആശ്രയം എവിടെയും കിട്ടിയില്ല, എവിടെയും കണ്ടില്ല എന്ന ഈ വരിയുടെ ആശയം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ഇൻ പങ്ക്തിയോമേം കവി ഗോപാൽ ബാബു ശർമാനെ बुजुर्गों की बदलती स्थिति की ओर ध्यान दिलाया है. ഈ വരികളിലൂടെ കവി ഗോപാൽ ബാബു ശർമ്മ വൃദ്ധന്മാരുടെ മാറുന്ന ജീവിത രീതി, ബദൽത്തി സ്ഥിതി, അവരുടെ മാറുന്ന സ്ഥിതി, അതായത് അവർ ആദ്യം പഴയ കാലഘട്ടം പോലെയല്ല, പുതിയ കാലഘട്ടത്തിലുള്ള വൃദ്ധന്മാരുടെ അവസ്ഥയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആജ് കെ ജമാനെ മേ बुजुर्गों के लिए सम्मान और सहारा देने को कोई तैयार नहीं है. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ബുജുർഗോं के लिए വൃദ്ധന്മാർക്ക് വേണ്ടിയിട്ട്, വൃദ്ധന്മാരെ സമ്മാൻ കർണ ആദരിക്കുക, ബഹുമാനിക്കുകയും അതുപോലെ തന്നെ സഹാരാദേന ആശ്രയം നൽകുകയും ചെയ്യാം. വൃദ്ധന്മാരെ ബഹുമാനിക്കുകയും ആശ്രയം നൽകുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോയി തയ്യാർ നഹി ഹോത്തെ, ആരും തയ്യാറാകുന്നില്ല. വൃദ്ധരെ സഹായിക്കാനോ സഹായം നൽകാനോ ആശ്രയം നൽകാനോ ആദരവ് നൽകാനോ ബഹുമാനം നൽകാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞത്. യഹാം ലാട്ടിയാം ബുട്ടാപെ കി സെ താൽപര്യ ഹെ വൃദ്ധാവസ്ഥ കാ ആശ്രയ്. ഇവിടെ ലാഠിയാം ബുട്ടാപേക്കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൃദ്ധാവസ്ഥയിലെ ആശ്രയം എന്നാണ്. അതായത് വൃദ്ധന്മാരായിട്ടുള്ള ആ വൃദ്ധാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ആശ്രയം ലഭിച്ചില്ല, അവർക്ക് ആശ്രയം നൽകാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. बर्फीली नगरी में नेह की आंच से क्या तात्पर्य है? ബർഫീലി നഗരി മേ നെഹ് കി ആഞ്ച് നമ്മൾ കവിതയിൽ പഠിച്ചതാണ് അല്ലേ, കമല നിഖുർഭ എഴുതിയിട്ടുള്ള അതിൽ ബർഫീലി നഗരി മേ നെഹ് കി ആഞ്ച് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ഇൻ പങ്ക്തിയോം മേ कवयित्री कमला निखुरभा ने लोगों के स्वार्थ मनोभाव की ओर इशारा किया है. എന്താണ് ഇവിടെ നമ്മുടെ കവയത്രി കമല നിഖുർഭ എന്താണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? സ്വാർത്ഥ മനോഭാവ്, മനുഷ്യന്റെ സ്വാർത്ഥതയാണ്, ആ സ്വാർത്ഥ മനോഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. ഇസ് നഗരി മേ പ്രേമ अपनापन सहानुभूति सच्ची दोस्ती और इंसानियत ढूंढना मुश्किल हो गया है. ഈ നഗരത്തിൽ സ്നേഹം, അതുപോലെ തന്നെ സഹാനുഭൂതി, നല്ല സുഹൃത്ത് ബന്ധം, മനുഷ്യത്വം, ഇതെല്ലാം ढूंढना मुश्किल हो गया है, അന്വേഷിക്കുക, അതായത് അന്വേഷിച്ച് കണ്ടെത്താൻ വളരെയധികം പ്രയാസമായിരിക്കുന്നു. അത് അന്വേഷിച്ചാൽ തന്നെ ആരിലും ഈ മനുഷ്യത്വമൊന്നും ആരിലും കാണാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമായിരിക്കുന്നു. കവയത്രി യഹാം നേഹ് കി ആഞ്ച് ഗോജ് രഹി ഹേ. കവയത്രി ഇവിടെ സ്നേഹത്തിൻ്റെ ആ ചൂട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ വരികളിൽ പറയുന്നത്. സ്നേഹത്തിൻ്റെ ചൂട് എവിടെയാണെന്ന് കവയത്രി ഈ വരികളിലൂടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ
നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് ഇവിടെ തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന ഒരു ടിപ്പണി തയ്യാറാക്കാനാണ്. സിന്ദഗി കി ചുനൗത്തിയാം വിഷയ് പർ ടിപ്പണി ലിഖേം. ഈ ടിപ്പണി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് കാരണം, നിങ്ങളുടെ അഭിപ്രായം എന്താണോ, എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറിയിക്കുക. ഓക്കെ.